ബോളിവുഡ് നടൻ സെയ്ഫ് അലി ഖാൻ്റെ വീട്ടിൽ കള്ളൻ കയറി അദ്ദേഹത്തെ കുത്തി, നട്ടലിന് കുത്തേറ്റു, പരിക്കേറ്റു എന്നൊക്കെ കേൾക്കും. പക്ഷേ 4 ദിവസം കഴിഞ്ഞപ്പോൾ കൂളായിട്ട് നടന്നു പോകുന്നുണ്ട്. സാമ്പത്തികമായി ചില ദുരൂഹതകളുണ്ട്. മൊത്തത്തിൽ അടിമുടി ദുരൂഹതയുണ്ടോ? സാമ്പത്തിക ദുരൂഹതയല്ല. സെയ്ഫ് അലി ഖാൻ്റെ 1796 കോടി രൂപ വില വരുന്ന സ്വത്തുവകകൾ, പാരമ്പര്യ സ്വത്തുകൾ നഷ്ടപ്പെടാൻ പോവുക. അതായത് 113.6 ഏക്കർ ഭൂമി സെയ്ഫ് അലി ഖാനും അദ്ദേഹത്തിൻ്റെ അമ്മയുടെയും പേരിലുണ്ട്. അപ്പോൾ കരീനെ കല്യാണം കഴിക്കുമ്പോൾ സെയ്ഫ് 1796 കോടി രൂപയുടെ സ്വത്തുക്കളുടെ ഉടമയായിരുന്നു. അതായത് സെയ്ഫ് അലി ഖാൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഭോപ്പാലിലെ നവാബ് കുടുംബമാണ്. ഭോപ്പാലിലെ അവസാനത്തെ നവാബിൻ്റെ പേര് ഹമീദുള്ള ഖാൻ എന്നാണ്. ഹമീദുള്ള ഖാൻ്റെ മകള് അബൈദ സുൽത്താൻ. അബൈദ സുൽത്താൻ്റെ പേരിലുള്ള സ്വത്തുക്കൾ സാജിദ സുൽത്താന് കെട്ടി. സാജിദ സുൽത്താന് ഒരു മകൻ. ആ മകൻ്റെ പേര് മൻസൂർ അലി ഖാൻ, ടൈഗർ പട്ടോടി എന്ന് പറയും. അതായത് സെയ്ഫ് അലി ഖാൻ്റെ മകൻ, സെയ്ഫ് അലി ഖാൻ്റെ അച്ഛൻ. സെയ്ഫ് അലി ഖാൻ്റെ അച്ഛനാണ് മൻസൂർ അലി ഖാൻ. ഇതാണ് അതിൻ്റെ ഒരു ഹയറാർക്കി. അപ്പോൾ ഭോപ്പാലിലെ അവസാനത്തെ നവാബാണ്. അപ്പോൾ ഇതിനകത്തൊരു കഥയല്ല, ചരിത്രം എന്ന് പറയുന്നത് ഭോപ്പാലിലെ നവാബായിരുന്ന ഹമീദുള്ള ഖാൻ, നവാബ് എന്ന് പറഞ്ഞ രാജാവാണ്, അതെ, മുസ്ലിം രാജാവ് സുൽത്താൻ. ഇയാൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി 3 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് പാകിസ്ഥാനിലേക്ക് പോകാൻ തീരുമാനിച്ചു. എനിക്ക് ഇന്ത്യ വേണ്ട, ഞാൻ വെറുക്കപ്പെടുന്ന രാജ്യമാണ്, എനിക്കിവിടെ ജീവിക്കാൻ ഇഷ്ടമല്ല, എനിക്ക് ഇസ്ലാമിക രാജ്യത്ത് പോകണം, ഹിന്ദുക്കൾ ഭൂരിപക്ഷമുള്ള ഈ രാജ്യത്ത് ജീവിക്കുന്നത് എനിക്ക് എൻ്റെ ദീനിയായ എനിക്ക് സഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഇയാൾ, ഇത്രയും സ്വത്തുവകകളുള്ള ഇയാൾ പാകിസ്ഥാനിലേക്ക് പോയി. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഡെസിഗ്നേറ്റഡ് എനിമി കൺട്രിയാണ് പാകിസ്ഥാൻ. അതായത് നമ്മൾ ശത്രു രാജ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. ഇവിടെ ചിലരൊക്കെ പാകിസ്ഥാനെ സിന്ദാബാദ് വിളിച്ചാൽ എന്താ കുഴപ്പം എന്ന് ചോദിക്കാൻ കാരണം നമ്മുടെ ഇന്ത്യയുടെ ഡെസിഗ്നേറ്റഡ് എനിമി കൺട്രിയാണ് പാകിസ്ഥാൻ. അതുകൊണ്ടാണ് പാകിസ്ഥാനിന് സിന്ദാബാദ് വിളിച്ചാൽ എന്താണ് കുഴപ്പം എന്ന് ചോദിക്കുന്നവരെ നമ്മളെ രാജ്യദ്രോഹി എന്ന് വിളിക്കുന്നത്. കാരണം ഇന്ത്യ ഔദ്യോഗികമായി പാകിസ്ഥാനെ ശത്രുരാജ്യമായി കണക്കാക്കുന്നു. അപ്പോൾ നമ്മുടെ ശത്രുരാജ്യം ജയിക്കുമ്പോൾ, ക്രിക്കറ്റ് കളിയിൽ ജയിക്കുമ്പോൾ പടക്കം പൊട്ടിക്കുകയും മധുരപലഹാരം വിതരണം ചെയ്യുന്നവർ രാജ്യത്തിൻ്റെ ശത്രുവിൻ്റെ വിജയം ആഘോഷിക്കുകയാണ്. രാജ്യത്തിൻ്റെ ശത്രുക്കൾ തന്നെയാണ്. ഇതാണ് വസ്തുത. അതുകൊണ്ട് പാകിസ്ഥാനിലേക്ക് അങ്ങനെ പോയ ആളുകളുടെ പ്രോപ്പർട്ടീസ് എനിമി പ്രോപ്പർട്ടീസാണ്. 1968 അങ്ങനെ നിയമമുണ്ട്. അപ്പോൾ അവരുടെ സ്വത്തുവകൾ എനിമി പ്രോപ്പർട്ടീസാണ്. ഈ എനിമി പ്രോപ്പർട്ടീസ് കൈകാര്യം ചെയ്യാൻ കസ്റ്റോഡിയൻ ഓഫ് എനിമി പ്രോപ്പർട്ടി ഫോർ ഇന്ത്യ എന്ന് പറയുന്ന CEPI എന്ന് പറയുന്ന ഒരു ബോഡിയുണ്ട്. ഇവരാണ് ഇത് കസ്റ്റഡി വെച്ചിരിക്കുന്നത്. അതിനകത്തൊരു വലിയ ചതിയുണ്ടേ. ഈ ചതി ഇപ്പോൾ ഇന്ത്യയെ വിഴുങ്ങാൻ വന്നിരിക്കുന്ന വഖഫിൻ്റെ പ്രാഗ് രൂപമാണ്. അതായത് പാകിസ്ഥാനും ഇന്ത്യയും 2ആയി വിഭജിക്കപ്പെടുന്നു. മുസ്ലിമുകൾ ഭൂരിപക്ഷമുള്ള പാകിസ്ഥാനിൽ നിന്ന് അവരുടെ കൊള്ളയും കൊലയും ബലാത്സംഗവും ഒക്കെ ഉണ്ടായപ്പോൾ 100 കണക്കിനല്ല 10,000 ഹിന്ദുക്കൾ അവരുടെ വസ്തുവകകൾ ഉപേക്ഷിച്ചിട്ട് ഇന്ത്യയിലേക്ക് ഓടി വന്നു. പാകിസ്ഥാൻ എന്ത് ചെയ്തറിയോ? ആ വസ്തുവകകൾ മുഴുവൻ പാകിസ്ഥാൻ അങ്ങോട്ട് ഏറ്റെടുത്തു. എന്നിട്ട് കരുതി വെച്ചു. ആർക്ക് വേണ്ടിയിട്ടാണെന്നറിയോ? ഇന്ത്യയിൽ നിന്ന് ഇനി ഇന്ത്യ ഞങ്ങൾക്ക് ജീവിക്കേണ്ട, പാകിസ്ഥാനിൽ മതി എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകുന്ന മുസ്ലിമുകൾക്ക് കൊടുക്കാൻ വേണ്ടി. അതായത് പാകിസ്ഥാനിലെ ഹിന്ദുക്കളുടെ വസ്തുക്കൾ, വീട്, പ്രോപ്പർട്ടി, വയലുകൾ, പാടം എല്ലാം, കൃഷിഭൂമിയെല്ലാം പാകിസ്ഥാൻ സർക്കാർ ഇന്ത്യയിൽ നിന്ന് ഓടിപ്പോയ മുസ്ലിമുകൾക്ക് കൊടുത്തു. അതേസമയം ഇന്ത്യയിൽ നിന്ന് ഓടിപ്പോയ മുസ്ലിങ്ങൾ ഇവിടെ അവശേഷിപ്പിച്ച കൃഷിസ്ഥലങ്ങൾ, വീടുകളൊക്കെ ഉണ്ടല്ലോ, അത് സ്വാഭാവികമായും അവിടെ നിന്ന് ഒന്നുമില്ലാതെ, ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ഓടി വന്ന ഹിന്ദുക്കൾക്ക് അവർ ചെയ്തപോലെ കൊടുക്കേണ്ടതല്ലേ? അതെ, കൊടുത്തില്ല. ആര്? രാഷ്ട്രശില്പി, ആദ്യത്തെ പ്രധാനമന്ത്രി കൊടുത്തില്ല. എന്നിട്ട് അതിന് പറ്റുന്നറിയോ? അത് പ്രത്യേകിച്ച് വഖഫ് പ്രോപ്പർട്ടിയാക്കി. ആ വഖഫാണ് ഇന്ന് ഇന്ത്യ മുഴുവൻ വിഴുങ്ങാനുള്ള വഖഫ് ബോർഡായിട്ട് മാറിയത്. ചതിയാണ്. നെഹ്റു തുടങ്ങിയ ചതിയാണ്. ഇന്ത്യക്കാരോട്, ഹിന്ദുക്കളോട് അന്നേ ചെയ്ത ചതിയാണ്. പാകിസ്ഥാൻ ചെയ്തതുപോലെ എന്തുകൊണ്ട് ഇന്ത്യ ചെയ്തില്ല? അതല്ലേ ചെയ്യേണ്ടിയിരുന്നത്. കാരണം ഇന്നും പാകിസ്ഥാനിൽ ഓടി വന്ന നിരാലംബരായ ഹിന്ദുക്കൾക്ക് അവരുടെ എല്ലാം പോയി. അവരവിടെ വലിയ പാകിസ്ഥാനായിരുന്നില്ല, ഇന്ത്യയിൽ ഇന്ന് പാകിസ്ഥാനിൽ വലിയ സാമ്രാജ്യം. അവിടുത്തെ സെമീന്ദാർമാരുണ്ട്. ഞാൻ ഒരിക്കൽ വേറൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്. പാകിസ്ഥാനിൽ 20 ഗ്രാമങ്ങളുടെ സെമീന്ദറായിരുന്ന ഒരാൾ കുടുംബമായിട്ട് ഓടി പഞ്ചാബിൽ വന്നിട്ട് തെരുവിൽ ചെരുപ്പ് കച്ചവടം നടത്തി. അത് ഇപ്പോൾ ബാംഗ്ലൂരിലെ ഒരു വലിയ വ്യവസായിയാണ്, എൻ്റെ സുഹൃത്താണ്. ഞാൻ മുമ്പൊരു ടോക്കിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതായാലും അങ്ങനെയാണ് വഖഫ് ഉണ്ടാവുന്നത്. അതുകൂടാതെ പിന്നീട് ഇവരുടെ പ്രോപ്പർട്ടി പിന്നീട് പോയവരുണ്ടല്ലോ, എനിക്ക് പാകിസ്ഥാൻ മതി, ഇത് കലാപം തുറന്ന് ഓടിപ്പോയവരുടെ കാര്യമാണ്. അല്ലാതെ ഞാൻ സ്വമേധയാ പാകിസ്ഥാനിലേക്ക് പോവുകയാണ് തീരുമാനിച്ച ആളുകളുടെ സ്വത്തുക്കൾ എനിമി പ്രോപ്പർട്ടി ആക്കിയിട്ടിരുന്നു.
അപ്പോൾ എനിമി പ്രോപ്പർട്ടി നമ്മുടെ ഭോപ്പാൽ നവാബിൻ്റെ എനിമി പ്രോപ്പർട്ടീസ് എത്രയുണ്ട്, ഇതൊക്കെ ആരുടെ കയ്യിലാണ് എന്നറിയാൻ ഒരാൾ CEPI കസ്റ്റോഡിയൻ ഓഫ് എനിമി പ്രോപ്പർട്ടി ഫോർ ഇന്ത്യയിൽ നരേഷ് കടയാൻ എന്ന് പറയുന്ന ആൾ ഒരു വിവരാവകാശ പ്രവർത്തകനാണ്. അയാൾ അപേക്ഷ കൊടുത്തു ഈ പ്രോപ്പർട്ടീസൊക്കെ ആരുടെ കയ്യിലുണ്ട് എന്നറിയാനായിട്ട്. അവർ മറുപടി കൊടുത്തില്ല. അത് നിരന്തരം കൊടുത്തു, എന്നിട്ടും മറുപടിയില്ല. അവസാനം ഇയാൾ മുഖ്യ വിവരാവകാശ കമ്മീഷണർക്ക് പരാതി കൊടുത്തു. അതായത് ഈ CEPI അതായത് ഭോപ്പാൽ നവാബിൻ്റെ വസ്തുവകകൾ ഏതൊക്കെയാണ്, ആരുടെയൊക്കെ കയ്യിലാണെന്ന് മറച്ചു വെക്കുന്നു എന്ന് ആവശ്യപ്പെട്ട് കേസിന് പോയി. അങ്ങനെയാണ് ഒടുവിൽ വിവിധ സർക്കാരുകൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി, പ്രത്യേകിച്ച് കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്ത് മറച്ചു വയ്ക്കപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുന്നത്. അതായത് ഇവരുടെ നവാബ് കുടുംബത്തിൻ്റെ 131 പ്രോപ്പർട്ടികളിൽ 94 പ്രോപ്പർട്ടികളും കണ്ടെത്തി. അതിൽ ഫ്ലാഗ് സ്റ്റാഫ് ഹൗസ്, നൂറസ് ഷാബ പാലസ്, ദാറുസ്സലാം പാലസ് തുടങ്ങിയുള്ള പ്രധാനപ്പെട്ട കൊട്ടാരങ്ങൾ അടങ്ങുന്ന ഈ എനിമി പ്രോപ്പർട്ടികൾ ഇപ്പോൾ കൈവശം വച്ചിരിക്കുന്ന പട്ടോഡി ഫാമിലിയാണെന്ന് മനസ്സിലായി. പട്ടോഡി ഫാമിലി എന്ന് പറഞ്ഞാൽ ഷർമിള ടാഗോറും സെയ്ഫ് അലി ഖാനും. അവരുടെ കയ്യിലാണ് ഈ പ്രോപ്പർട്ടികളെന്ന് കണ്ടെത്തി സർക്കാർ അപ്പോൾ എനിമി പ്രോപ്പർട്ടി ആക്ടിന് മോദി സർക്കാർ ഒരു മുൻകാല പ്രാബല്യത്തോട് ഭേദഗതി വരുത്തിയിരുന്നു. ഇപ്പം ആളുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിലും അത് എനിമി പ്രോപ്പർട്ടി ആയിട്ട് കണ്ടെത്തി അറ്റാച്ച് ചെയ്യാൻ ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് അധികാരമുണ്ട്. അതിനെതിരെ പട്ടോഡി ഫാമിലി, സെയ്ഫ് അലി ഖാനും കുടുംബവും ഷർമിളയും സെയ്ഫും എല്ലാം മധ്യപ്രദേശ് ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിരുന്നു. കേസിലെ വിധി കഴിഞ്ഞ ഡിസംബർ 13 വന്നു. കോടതി പറഞ്ഞു ഞങ്ങളിതിൽ ഇടപെടുന്നില്ല. സെയ്ഫ് അലി ഖാൻ ഒരു കാര്യം ചെയ്യും, ഇത് സർക്കാരാണ് തീരുമാനിക്കേണ്ടത്, കോടതിക്ക് ഇതിനകത്ത് പങ്കില്ല, രാജ്യത്തെ നിയമം അങ്ങനെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ 113.6 ഏക്കർ 1796 രൂപ ഏതാണ്ട് വാല്യൂ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ശരിക്കും അതിൻ്റെ മാർക്കറ്റ് വില അതിനൊക്കെ ഇരട്ടി വരും. ഇത്രയും കോടി രൂപയുടെ പ്രോപ്പർട്ടി, നിങ്ങളുടെ എനിമി പ്രോപ്പർട്ടി നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുക, നിങ്ങൾക്കത് വേണം എന്ന് കോടതിക്ക് വിധിക്കാൻ പറ്റില്ല. ഇത് ഏറ്റെടുക്കാനുള്ള നടപടികൾ നടന്നാൽ കോടതിക്ക് തടയാനും പറ്റില്ല. ആകെയുള്ള മാർഗം നേരെ പോവുക, ആഭ്യന്തരമന്ത്രി കാണുക, കാല വീഴുക, അച്ചാ പോറ്റി എനിക്ക് തരണേ എന്ന് പറയുക. എന്ന് പറഞ്ഞാൽ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് ആഭ്യന്തര വകുപ്പിന് അപേക്ഷ കൊടുക്കുക, അല്ലാതെ വേറെ മാർഗമില്ല, കേന്ദ്രം തീരുമാനിക്കും എന്ന് പറഞ്ഞു. ഇങ്ങനൊരു വിധി ഡിസംബർ 13 വന്നിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ഡേറ്റ് ജനുവരി 23. നമ്മളാരും ഇത് അറിഞ്ഞില്ല. അതിനിടയ്ക്കാണ് വളരെ പെട്ടെന്ന് നാടകീയമായി സെയ്ഫ് അലി ഖാൻ്റെ അതിസുരക്ഷയുള്ള വീട്ടിൽ, ഏറ്റവും അതിസമ്പന്നരായ ആളുകൾ താമസിക്കുന്ന ബാന്ദ്രയിലെ വീട്ടിൽ ഒരക്രമി എങ്ങനെയോ കയറിക്കഴിഞ്ഞിട്ട് അവനെ കുത്തുന്നു. സെയ്ഫ് അലി ഖാനെ കുത്തുന്നു. അദ്ദേഹത്തിന് പരിക്കേക്കുന്നു, മാരക പരിക്കേക്കുന്നു. അദ്ദേഹത്തിൻ്റെ സുഷുമ്നയ്ക്ക് കുത്തേറ്റിട്ട് സുഷുമ്നയിലെ ദ്രാവകം പുറത്തു വരുന്നു. എന്നിട്ട് ഉടനെ അവിടെ എത്തി. എന്നിട്ട് വലിയ ശസ്ത്രക്രിയയൊക്കെ നടത്തുന്നു. പക്ഷെ 4-ാം ദിവസം ആൾ കൂളായിട്ട് വരുന്നു. പുറത്ത് വരുന്ന ഫോട്ടോ കണ്ടില്ലേ സെയ്ഫ് അലി ഖാൻ? കുറേ ആളുകളിലൂടെ ടക്കിനൊക്കെ ചെയ്ത് വളരെ കൂളായിട്ട് ആൾ നടന്നു വരുന്നു. ഞാനോർത്ത് കണ്ടോ ബ്യൂട്ടി പാർലറിലോ ജിമ്മിലോ പോയിട്ട് വരും നടന്ന്. 4 ദിവസം കൊണ്ട് സുഷുമ്നയ്ക്ക് കുത്തേറ്റ ആൾ സുഖം പ്രാപിച്ചു. അപ്പോൾ തുടക്കം മുതൽ ഒരുപാട് ദുരൂഹത ഉണ്ടായിരുന്നു. ഓട്ടോറിക്ഷയിലാണെന്ന് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലെ പ്രശസ്തയായ ഒരു സാമൂഹിക നിരീക്ഷയും HR കൺസൾട്ടൻറ്റുമായ PK ഷിബിയുടെ ഒരു പോസ്റ്റുണ്ട്. ആ ഒരു പോസ്റ്റ് ഞാൻ വായിക്കുന്നില്ല. അദ്ദേഹം പറയുന്നത് ഞാൻ താമസിക്കുന്ന ഒരു ചെറിയ അപ്പാർട്ട്മെൻറ്റിലാണ്. എൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ സെക്യൂരിറ്റി ഉണ്ട്. ഞാൻ വലിയ VIP ഒന്നുമല്ല, പക്ഷേ സെക്യൂരിറ്റി ഗാർഡുണ്ട്. പിന്നെ അതുകൂടാതെ അവിടെ CCTV ഉണ്ട്. CCTV ക്യാമറയിൽ നടക്കുന്ന ദൃശ്യങ്ങൾ മോണിറ്റർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു VVIP പദവിയുള്ള ഒരറിയപ്പെടുന്ന കോടികൾ വിലമതിക്കുന്ന പ്രതിഫലം പറ്റുന്ന താരങ്ങൾ താമസിക്കുന്ന ഒരു അതിസുരക്ഷാ ഫ്ലാറ്റിൽ എത്ര സെക്യൂരിറ്റി ഗാർഡുകൾ കാണും? അവിടെ ഓരോ ഫ്ലോറിലെയും കാര്യങ്ങൾ മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാകും. CCTV ക്യാമറകളുണ്ടാകും. അത് സെക്യൂരിറ്റിക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവാം. അതുകൂടാതെ അവിടെ എമർജൻസി അലാംസ് ഉണ്ടാവും. ആ വീട്ടിൽ ഇത്രയും പേര് 7-8 പേരുണ്ടായിരുന്നു. ആർക്കെങ്കിലും ഒരാൾക്ക് താഴെയുള്ള സെക്യൂരിറ്റികളെ വിളിക്കാം. ആരും വിളിച്ചിട്ടില്ല. എന്നിട്ടോ താഴെ കൊണ്ടുവരുന്നു. ഒറ്റ വണ്ടിയില്ല. വണ്ടിയിൽ ആദ്യം 8 വയസ്സുള്ള കുട്ടിയാണ് ഓട്ടോ വിളിച്ചു എന്ന് പറയുന്നു. ഒരു ഓട്ടോയെ കയറ്റി കൊണ്ടുപോകുന്നു.
ഞാൻ സെയ്ഫ് അലി ഖാനാണ്, എന്നെ ഓട്ടോയിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് കയറ്റിക്കൊണ്ടുപോയി ആശുപത്രിയിൽ പോയി സ്വയം പരിചയപ്പെടുത്തി. ഒരു RSSകാരനായ ഓട്ടോറിക്ഷക്കാരനെ പിടിച്ച് പാവത്തിൻ്റെ വണ്ടിയെ കയറ്റിക്കൊണ്ടുപോയി. അയാൾ പൈസയും വാങ്ങിച്ചില്ല. അയാൾ പറഞ്ഞു, എനിക്ക് അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കുന്നതിന് എനിക്ക് ഗണപതി ബപ്പയാണ്, ഗണപതി ഭഗവാനാണ് എനിക്ക് പ്രതിഫലം തരുന്നത്, ഓട്ടോക്കൂലി ഫ്രീ സെയ്ഫ് അലി ഖാൻ എന്ന് പറഞ്ഞ് കൊണ്ടുപോയി. അപ്പോൾ അവിടെ ചോദ്യമുണ്ട്, താഴെ കൊണ്ടുവരുമ്പോഴും അവിടുത്തെ സെക്യൂരിറ്റിക്കാർ അറിഞ്ഞില്ലേ? ഒരുപാട് ദുരൂഹത അതിനകത്തുണ്ട്. സെക്യൂരിറ്റി അറിഞ്ഞാൽ ഒരു ആംബുലൻസ് വിളിക്കാം. ഈ പിടിവലിയൊക്കെ നടന്ന് മിനിറ്റുകൾക്ക് ശേഷം ആണ് താഴെ എത്തുന്നത്. അതിനാകെ ഒരു ആംബുലൻസ് വിളിക്കാൻ, ആ അപ്പാർട്ട്മെൻറ്റിലെ മറ്റുള്ളവരെ അറിയിക്കാൻ, സെക്യൂരിറ്റിക്കാരെ പോലും അറിയിക്കാൻ, ഒരു ഓട്ടോ വിളിക്കാൻ സെക്യൂരിറ്റിക്കാരല്ല ഓട്ടോ പോലും വിളിച്ചത്, ഈ കൂടെയുള്ള കുട്ടിയാണത്രേ. അടിമുടി ദുരൂഹതയാണ്. അപ്പോഴത്തേക്ക് ഇപ്പോൾ ഒരു സംശയം വരുന്നത്, സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നൊരു സംശയം, അതായത് താൻ കൈവശം വെച്ചിരുന്ന, ഒരുപക്ഷെ സെയ്ഫ് അലി ഖാനും കരീനയും തമ്മിലുള്ള കല്യാണത്തിൻ്റെ പോലും പ്രധാനപ്പെട്ട ഒരു ആകർഷണം 1796 കോടി രൂപയുടെ കൊട്ടാരങ്ങൾ ഉൾപ്പെടെയുള്ള പ്രോപ്പർട്ടി ഉള്ളത് ഒരു അട്രാക്ഷൻ ആയിരിക്കാം. സ്വാഭാവികമായി എനിക്ക് ഇന്ന സ്വത്തൊക്കെ ഉണ്ട്, എനിക്ക് ബോളിവുഡിൽ ഇത്ര വരുമാനമുണ്ട്, പിന്നെ ഈ കാണുന്ന നവാബിൻ്റെ കുടുംബമാണ്, ഇൻ്റർകാസ്റ്റ് മാരേജ് ആണല്ലോ, നവാബിൻ്റെ കുടുംബമാണ്, എനിക്ക് പാലസുകൾ ഒക്കെയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്നൊരു ആകർഷകത്വമുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കരീനയുമായിട്ടുള്ള റിലേഷനിൽ ചില അസ്വസ്ഥത ഇപ്പോൾ വരുന്നുണ്ട്, പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം സംഭവിച്ചിട്ട് ഇപ്പോൾ കൂളായിട്ട് പുള്ളി തിരിച്ചു വരുന്നു. പക്ഷേ അതിനു മുമ്പ് ഈ കോടാനുകോടിയുടെ സ്വത്ത് വകകൾ കയ്യിൽ നിന്ന് പോകുന്നത് സംബന്ധിച്ച വാർത്ത വന്നിരുന്നില്ല. അപ്പോൾ ഒരുപക്ഷെ ഇപ്പോൾ ഒരു പ്ലാൻഡായിട്ടുള്ള ആക്രമണമായിരുന്നു. ചെറിയ നിസ്സാര ചില പരിക്കുകൾ പറ്റുന്നു, അദ്ദേഹം മരണത്തെ അതിജീവിച്ച് തിരിച്ചു വരുന്നു, വലിയ സഹതാപം ഉണ്ടാവുന്നു. അതിനിടയ്ക്ക് പാവം സെയ്ഫ് അലി ഖാനിൻ്റെ സ്വത്തുക്കൾ കേന്ദ്രം പിടിച്ചെടുക്കാൻ പോകുന്നു. കഥ കൊള്ളാമോ? കള്ളാം. പക്ഷേ അപ്പോൾ ഈ സെയ്ഫ് അലി ഖാൻ്റെ അമ്മയുടെ സഹോദരി 1950 പാകിസ്ഥാനിലേക്ക് പോയതുകൊണ്ടാണല്ലോ എനിമി പ്രോപ്പർട്ടീസിലേക്ക് പോയത്. അപ്പോൾ അതൊക്കെ ആളുകൾ തിരിച്ചറിയുന്നു, അല്ലെങ്കിൽ ഗവൺമെൻറ് സഹോദരി പോയി, അതായത് അബൈദ പോയി, അബൈദയുടെ അച്ഛനും പോയി. അപ്പോൾ അവർ പോയപ്പോൾ സ്വാഭാവികം എനിമി പ്രോപ്പർട്ടിയാണ്. പക്ഷേ അത് പറയുമ്പോൾ അതുമില്ല, പാവം സെയ്ഫ് അലി ഖാൻ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന ഒരാളുടെ സ്വത്തുക്കൾ, അയാൾ മുസ്ലിം ആയതുകൊണ്ടാണ്. ഈ നാട്ടിൽ മുസ്ലിമുകൾക്ക് ഒരു രക്ഷയില്ല. ബോളിവുഡ് നടന്മാരായ മുസ്ലിം നടന്മാരോട് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഫാസിസ്റ്റ് നയങ്ങൾ വീണ്ടും പ്രകടമാക്കുകയാണ് എന്നൊക്കെ പറയണ്ടേ? വേണം. അപ്പോൾ അതിന് കഥ വേണം അല്ലേ? ഒരു കഥ കൂടെ വേണം. അപ്പോൾ ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞ പോലെ, അതായത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് 87-ലൊക്കെ കോട്ടയത്ത് ഒരു കോളേജിലൊരു സംഭവം നടന്നത്. അതൊരു KSUവിൻ്റെ ഒരു നേതാവ്, SFIക്കാർ മാത്രമുള്ളൊരു കോളേജ്, നിർണായക സ്വാധീനമുള്ള കോളേജിൽ ബസ് സ്റ്റോപ്പിൽ ബസ് കാത്ത് കുട്ടികളൊക്കെ നിൽക്കുകയാണ്. 90s-ലൊക്കെയാണെന്ന് തോന്നുന്നു. കുട്ടികളൊക്കെ നിൽക്കുമ്പോൾ ഒരു KSUവിൻ്റെ നേതാവ് അവിടെ പുതുതായിട്ട് വന്ന് അയാൾ അവിടെ നിൽക്കുന്നു. പെട്ടെന്ന് ഒരു ഓട്ടോറിക്ഷ 2 പേര് വന്നിട്ട് KSU നേതാവിനെ കുത്തുന്നു. അയ്യോ അമ്മേ എന്ന് പറഞ്ഞ് നെഞ്ചത്ത് കൈവച്ച് നേതാവ് താഴെ വീഴുന്നു. പൊക്കിയെടുത്ത് ആശുപത്രി കൊണ്ടുപോകുന്നു. ആശുപത്രി കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ബ്ലേഡിനാണ് വരഞ്ഞത്. അത് കഴിഞ്ഞപ്പോൾ പോലീസ് പിടിച്ചു കുത്തിയവന്മാരെ. അവരും KSUക്കാരായിരുന്നു. അതായത് എങ്ങനെയെങ്കിലും സഹതാപം കിട്ടി അടുത്ത ഇലക്ഷൻ ഒന്ന് ജയിക്കാൻ വേണ്ടി പുള്ളിക്കാരൻ തന്നെ അറേഞ്ച് ചെയ്തതാണ് ഈ കുത്തുനാടകം. കുത്തുനാടകം അക്കാലത്ത് വളരെ പ്രസിദ്ധമായിരുന്നു, കുപ്രസിദ്ധമായിരുന്നു. പത്രങ്ങളിലൊക്കെ കുത്തുനാടകം എന്ന് പറയുന്നു വന്നിരുന്നു. അവസാനം എന്ത് പറ്റി? KSUക്കാർ തന്നെ ഈ നേതാവിനെ നാണക്കേട് കൊണ്ട് പുറത്താക്കേണ്ടി വന്നു. അപ്പോൾ ഈ പറഞ്ഞു വരുന്നത് മറ്റെന്തെങ്കിലും സംഭവമായിട്ടൊരു സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ തികച്ചും യാദൃശ്ചികം എന്നാണ് പറഞ്ഞു വരുന്നത്. അതൊരു കുത്തുനാടകമാണോ എന്ന് ഇപ്പോൾ എനിക്ക് സംശയം തോന്നുന്നുണ്ട്. കാരണം നട്ടലിന് കുത്തി സ്പൈനൽ ഫ്ലൂയിഡ് ലീക്ക് ഉണ്ടായ ആൾ ടെക്കിൻ ചെയ്ത് വണ്ടിയിൽ നിറങ്ങി നടന്നു വന്ന് അപ്പാർട്ട്മെൻറ്റിൽ കയറി ലിഫ്റ്റ് വരെ നടന്നു പോയിട്ട് കയറിപ്പോകുന്നു എന്ന് പറഞ്ഞാൽ ലോക ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമാണ്. അതിന് ഞാൻ ലീലാവതി ഹോസ്പിറ്റലിലെ ഡോക്ടർമാർക്കും മികച്ച ഡോക്ടർമാർക്കുള്ള അവാർഡ് കൊടുക്കണം. പിന്നെ സെയ്ഫ് അലി ഖാൻ മികച്ച നടനാണല്ലോ. അതെ, സ്വാഭാവികമായിട്ടും നടനാണല്ലോ. അതെ. അപ്പോൾ ഇതാണ് ഇങ്ങനൊരു സംഭവമുണ്ട്. പോയി എനിമി പ്രോപ്പർട്ടി, പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശത്രു രാജ്യത്തിൻ്റെ പ്രോപ്പർട്ടി കൈവശം വെച്ച് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഇന്ത്യ സർക്കാർ കൊണ്ടുപോകും, അമിത്ഷാ കനിഞ്ഞില്ലെങ്കിൽ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.